എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എം.ടി. വാസുദേവൻ നായരുടെ തിരക്കഥയിൽ മമ്മൂക്കയെ നായകനാക്കി ഹരിഹരൻ സംവിധാനം ചെയ്ത ഒരു വടക്കം വീരഗാഥ പുതിയ ദൃശ്യ മികവോടെ നാളെ മുതൽ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അന്തരിച്ച സാഹിത്യകാരൻ എം.ടി. വാസുദേവൻ നായർക്കും സിനിമയുടെ നിർമ്മാതാവ് കൂടിയായ പി.വി. ഗംഗാധരനുമുള്ള ആദര സൂചകമായിട്ട് കൂടിയാണ് ചിത്രം പുത്തൻ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ റിലീസ് ചെയ്യുന്നത്. ഇപ്പോഴിതാ ഒരു വടക്കം വീരഗാഥ എന്ന സിനിമയുടെ റിലീസ് പതിപ്പിന്റെ തിയേറ്റർ ലിസ്റ്റൊക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 35,000 സബ്സ്ക്രൈബേഴ്സ് തികയുന്നതായിരിക്കും. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ ഈ ഒരു മമ്മൂട്ടി ചിത്രത്തിന്റെ റിലീസ് പ്രൊമോഷന് തുടക്കം കുറിച്ചത് സൂപ്പർ താരങ്ങളായ ലാലേട്ടനും സുരേഷേട്ടനുമാണ്. നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു ചിത്രത്തിന്റെ തിയേറ്റർ ലിസ്റ്റ് കേരള തിയേറ്റർ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ 90 കേന്ദ്രങ്ങളിലാണ് ഈ ഒരു ചിത്രം നാളെ പ്രദർശനത്തിനെത്തുന്നത്. ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വളക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു. ഏതു കാലത്തും മലയാള സിനിമാ പ്രേമികളുടെ മനസ്സിൽ ഇടം നേടിയ ഒരു ഡയലോഗാണത്. 4K ദൃശ്യ മികവിലും ഡോൾബി അറ്റ്മോസ് ശബ്ദ ഭംഗിയിലുമാണ് ഒരു വടക്കൻ വീരഗാഥ 36 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. വളരെ ആവേശത്തോടെ തന്നെയാണ് പഴയ തലമുറയും പുതിയ തലമുറയും ഈ ചിത്രത്തിന്റെ റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നത്. നമ്മുടെ സ്വന്തം മമ്മൂക്കക്ക് പുറമെ സുരേഷ് ഗോപി, ബാലൻ കെ നായർ, മാധവി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരന്ന സിനിമയായിരുന്നു ഇത്. ഏകദേശം 300 ദിവസത്തിലേറെ തിയേറ്ററിൽ വിപ്ലവം സൃഷ്ടിച്ച ആ സിനിമ വീണ്ടും എത്തുമ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരിൽ ആരൊക്കെയാണ് ഈ ചിത്രം കാണാൻ വേണ്ടി തിയേറ്ററുകളിലേക്ക് പോകുന്നുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.